ഒരാൾക്ക് വേണ്ടി പകരം ഹജ്ജ് ചെയ്യുന്ന വ്യക്തി അറുക്കുമ്പോൾ ഈ അറവിനുള്ള പണം ഹജ്ജ് ചെയ്യുന്ന വ്യക്തിയാണോ അതോ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അവരാണോ പണം മുടക്കേണ്ടത് എന്നാണ് ചോദ്യകർത്താവ് ചോദ്യമായി ഉന്നയിച്ചിട്ടുള്ളത്. ഒരാൾക്ക് വേണ്ടി ഹജ്ജോ ഉംറയോ ചെയ്യുന്ന ആൾ അത് രണ്ട് രൂപത്തിലുണ്ടായിരിക്കും. ഒന്ന് മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടി ചെയ്യുക, മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായും മരിച്ച വ്യക്തി കാശ് തരില്ലല്ലോ, അത് സംഭവിക്കുകയില്ല. അപ്പോൾ മരിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അറവിനുള്ള കാശാകട്ടെ മറ്റ് കാര്യങ്ങളാകട്ടെ ചെയ്യുന്നപ്പോൾ, ഉദാഹരണമായി മരണപ്പെട്ട വാപ്പാക്ക് വേണ്ടി മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടിയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായി മകൻ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ നടത്തുന്നത്, അതിൻ്റെ കാശ് പണം എടുക്കുന്നത്. എന്നാൽ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി അങ്ങനെ ഹജ്ജ് ചെയ്യാവുന്നതാണ്. സാധാരണ ബദലുൽ ഹജ്ജ് എന്നൊക്കെയാണ് പറയാം. അതായത് ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് സാമ്പത്തികമായി നല്ല ശേഷിയുണ്ട്, എന്നാൽ ശാരീരികമായി അയാൾക്ക് സാധിക്കുകയുമില്ല. അപ്പോൾ അദ്ദേഹം ഒരാൾക്ക് പണം നൽകി അയാൾ പറയും, നിങ്ങൾ എനിക്ക് വേണ്ടി ഹജ്ജ് ചെയ്യണമെന്ന് പറയുക. അത് ഏതൊരു വ്യക്തിയെയും വക്കാലത്ത് ഏൽപ്പിക്കാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും സാമ്പത്തിക ശേഷിയുള്ള വ്യക്തിയാണ് അദ്ദേഹം, അതിനുള്ള എല്ലാ ചിലവും കൊടുക്കേണ്ടി വരും. ഇനി അയാൾ പറയാം, വേണ്ട, എനിക്ക് അല്പം കൂടെ അധികം കാശ് ലഭിക്കണം, ഞാൻ എൻ്റെ ഡ്യൂട്ടി ഒഴിവാക്കി പോവുകയാണ്, ഞാൻ ഇത്രയും കാലം വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്, ഇത്ര ക്യാഷ് തരികയാണ് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ മറ്റൊരാൾ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി, സാമ്പത്തിക ശേഷിയുള്ള ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും അറവിൻ്റെ അതിന് ഹദി എന്നാണ് പറയുക. തമത്തുവായിട്ടോ ഖിറാനായിട്ടോ ഹജ്ജ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അറവ് നിർബന്ധമാണ്. ആ അറവിന് ഹദി എന്നാണ് പറയുക. അതിൽ നിന്നും അദ്ദേഹത്തിന് ഭക്ഷിക്കാവുന്നതാണ്. മറ്റ് പല അറവുകളുണ്ട്. ഉളുഹിയ്യത്ത് അത് ഹജ്ജുമായി ബന്ധപ്പെട്ടതല്ല. അതുപോലെ ഹജ്ജിൽ സംഭവിക്കാവുന്ന അബദ്ധങ്ങൾ, അതിന് പലതരത്തിലുള്ള അറവുകളുണ്ട്. അതിന് ഫിദിയ എന്നാണ് പറയുക. ഹാജിയാരെ സംബന്ധിച്ചിടത്തോളം അറവ് എന്ന് പറയുമ്പോൾ തമത്വ ഖിറാനോ ആയിട്ട് ഹജ്ജ് ചെയ്യുന്ന ആൾ ചെയ്യുന്ന ഹദീനാണ് പറയുക. അതിൻ്റെ ക്യാഷ് ഈ ജീവിച്ചിരിക്കുന്ന ഹജ്ജ് ചെയ്യാൻ കൽപ്പിച്ച വ്യക്തിയാണ് കൊടുക്കേണ്ടത്. മറ്റൊരു ചോദ്യം എഴുതി കിട്ടിയത്, ഹജ്ജ് ചെയ്യുന്നവൻ തൻ്റെ കുടുംബത്തിലെ 400 പേർക്ക് ശുപാർശ നടത്തിയാൽ സ്വീകരിക്കപ്പെടും എന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വെബ്സൈറ്റിൽ വിവരിക്കുന്നു. ഇതിൻ്റെ ഒരു ലിങ്ക് കൂടി ചോദ്യകർത്താവ് കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അല്ലാഹു ആലം. ഹജ്ജിൻ്റെ മഹത്വങ്ങൾ, ഫദായിലുകൾ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ഹദീസ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇപ്പോൾ പൊതുവെ ശുഹദാക്കൾക്ക് വേണ്ടി, ശുഹദാക്കളെ ഫദായിലുകൾ, ശ്രേഷ്ഠതകൾ പറയുന്ന കൂട്ടത്തിൽ കുടുംബത്തിലെ 70 ആളുകൾക്ക് വേണ്ടി ശുപാർശ പറയാൻ അനുവാദമുണ്ട് എന്നൊക്കെ കാണാൻ സാധിക്കും. ഹജ്ജിനെക്കുറിച്ച് ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പൊതുവെ ഹജ്ജിൻ്റെ ഫദായിലുകളൊക്കെ മനസ്സിലാക്കിയ കൂട്ടത്തിൽ ഇത്തരം ഒരു ഹദീസ് സഹിയായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല.